ഒരിക്കൽ ഇയാൾ ഇങ്ങനെ ബലൂൺ മുകളിലേക്ക് പറത്തിവിട്ട സമയത്ത് കുട്ടികൾ ഓടിക്കൂടുമല്ലോ. ഇങ്ങനെ പറത്തി വിടുമ്പോൾ കുട്ടികളെല്ലാം വളരെ കൗതുകത്തോടുകൂടി ഓടിക്കൂടും. അങ്ങനെ അയാളുടെ വിൽപ്പന അനുസ്യൂതം തുടരും. ഒരിക്കൽ ഒരു ചെറിയ കുട്ടി ഇയാളുടെ ഷർട്ടിൽ പിടിച്ച് വലിച്ചിട്ട് ചോദിച്ചു, അങ്കിൾ അങ്കിൾ, ഈ ചുമന്ന ബലൂൺ ആകാശത്തിൽ പോകുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പോകും. അപ്പോൾ നീലയോ? നീലയും പോകും. അപ്പോൾ കറുപ്പോ? കുഞ്ഞിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ബലൂൺ വിൽപ്പനക്കാരൻ കുഞ്ഞിനോട് പറഞ്ഞു, മോനെ, ഈ ബലൂണിന്റെ നിറം അനുസരിച്ചല്ല ഇത് മുകളിലേക്ക് പോകണമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്നത്, അതിലുള്ളിൽ എന്താണ് നിറച്ചിരിക്കുന്നത് എന്നുള്ള അനുസരിച്ചാണ് എന്ന് പറഞ്ഞു. ഇത് നമ്മളുടെ ജീവിതത്തിലും ബാധകമാണ്. നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആറ്റിറ്റ്യൂഡ് എന്താണോ, ഉള്ളിൽ നിറച്ചിരിക്കുന്ന ആറ്റിറ്റ്യൂഡ് എന്താണോ, അതനുസരിച്ചാണ് നമ്മളിലെ എങ്ങനെയാണ് നമ്മൾ ജീവിതത്തിൽ വിജയിക്കുമോ, ഉയരത്തിലേക്ക് പോകുമോ എന്നുള്ളത് നിശ്ചയിക്കുന്നു. അപ്പോൾ ഇന്നത്തെ സെഷൻ നമുക്കൊരു ചെറിയ കോട്ടോടുകൂടി ആരംഭിക്കാം. ആറ്റിറ്റ്യൂഡ് ഈസ് എ ലിറ്റിൽ തിങ് ദാറ്റ് മേക്സ് എ ബിഗ് ഡിഫറൻസ്. വിൻസ്റ്റൺ ചർച്ചിലിന്റെ മനോഹരമായ കോട്ടാണിത്, അല്ലേ? എന്താണ് ഇതിന്റെ അർത്ഥം? ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മനോഭാവം എന്നാണ് നമ്മൾ ഇതിന് മലയാളത്തിൽ പറയുന്നത്, വളരെ ചെറിയൊരു കാര്യമാണ്. പക്ഷെ അത് ഉണ്ടാക്കുന്നതോ ഒരു വലിയ വ്യത്യാസമാണ്. വിൻസ്റ്റൺ ചർച്ചിൽ വളരെ മഹാനായ ഒരു വ്യക്തിയായിരുന്നു. ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. 2 പ്രാവശ്യം US-ന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നിട്ടുള്ള ആളാണ്. ഇതാണ് വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് പോകാം. ആറ്റിറ്റ്യൂഡ് മേക്സ് ദ ഡിഫറൻസ്. എന്താണ് ആറ്റിറ്റ്യൂഡ്? വാട്ട് ഈസ് എൻ ആറ്റിറ്റ്യൂഡ്? എല്ലാവർക്കും അറിയാം എന്താണ് മനോഭാവം എന്നല്ലേ? എ ഫീലിംഗ് ഓർ ഒപ്പീനിയൻ അബൌട്ട് സംതിങ് ഓർ someone or a way of behaving that is caused by this opinion or feeling. അതായത് നമുക്ക് ഒരു വസ്തുവിനോടോ വ്യക്തിയോടോ ഉള്ള ഒരു അഭിപ്രായം, അതുപോലെ തന്നെ അതേ തുടർന്ന് അത് ഉണ്ടാക്കുന്ന ഒരു പ്രതികരണം അല്ലെങ്കിൽ പെരുമാറ്റം, ഇതാണ് മനോഭാവം. മനോഭാവത്തെക്കുറിച്ച് സാധാരണ പറയുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം ഉണ്ടല്ലേ? ഒരു ഗ്ലാസ്സിൽ പകുതി വെള്ളം നിറച്ച് ഒരാളോട് ചോദിക്കുകയാണ്, ഇത് എന്താണ് ഈ കാണുന്നത് എന്ന് ചോദിച്ചാൽ, ഗുണകരമായ മനോഭാവമുള്ള ആൾ പറയും, ഈ ഗ്ലാസ്സിൽ പകുതിയോളം വെള്ളമുണ്ട്. അതേസമയം നിഷേധാത്മക മനോഭാവമുള്ള ആളാണെങ്കിൽ പറയും, ഇത് പകുതി എംറ്റി ആണ് എന്ന് പറയുന്നു. ഇത് നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു ഉദാഹരണമാണ്. വളരെ രസകരവും കൗതുകകരവുമാണ് ഓരോരുത്തരുടെയും മനോഭാവം പരിശോധിച്ചാൽ. ചിലരുണ്ട് കേട്ടോ, വളരെ വലിയ നല്ല സദ്യയൊക്കെ കഴിച്ചിട്ട് യാതൊന്നും കുറ്റം പറയാനില്ല. അപ്പോൾ അവർ പുറത്തു വന്നിട്ട് പറയും, ആ പൂവമ്പഴത്തിന് കുറച്ച് വലിപ്പം കൂടിപ്പോയി. ഇങ്ങനെ ഏതിലും കുറ്റങ്ങൾ കാണുന്ന ചില ആളുകൾ, ഈ മനോഭാവത്തിന് നമ്മൾ നിഷേധാത്മകം അല്ലെങ്കിൽ നെഗറ്റീവ് മനോഭാവം എന്ന് പറയും. അതല്ലെങ്കിൽ എല്ലാത്തിലും നന്മ കണ്ടെത്തുന്നത് ഒരു പോസിറ്റീവ് മനോഭാവമാണ്, അല്ലേ? ഇനി ഇത്തരം മനോഭാവമുള്ള ഈ കാലാവസ്ഥയെക്കുറിച്ചാണ് സാധാരണ മനോഭാവം കൂടുതലായി പറയപ്പെടുന്നത്, അല്ലേ? എന്തൊരു കത്തുന്ന വെയില, എങ്ങനെയാ പുറത്തു പോകുന്ന ഈ വെയിലത്ത് പുറത്തു പോകുന്നത് എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതേസമയം ഗുണകരമായ മനോഭാവമുള്ള ഒരാൾ എന്തായിരിക്കും പറയുക? എത്ര നല്ല പ്രസന്നമായ കാലാവസ്ഥ, ഇന്ന് പുറത്തു പോകാൻ പറ്റിയ ദിവസം. ഇതുപോലെ തന്നെ മഴയത്തും പറയും, ഒരു നശിഞ്ഞ മഴ, എങ്ങനെയാ പുറത്തേക്ക് പോവുക. ഇത് സാധാരണയായി പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ഓരോരുത്തരുടെയും മനോഭാവം പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റും. ചിലരുടേത് നല്ല മനോഭാവമായിരിക്കും, ചിലരുടേത് മോശമായ അല്ലെങ്കിൽ നിഷേധാത്മക ഭാവമായിരിക്കും. ഈ മനോഭാവത്തിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ നിർണയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 3 ഘടകങ്ങളാണുള്ളത്. ഒന്നാമത്തേതാണ് പരിതസ്ഥിതി, നമ്മുടെ ചുറ്റുമുള്ള പരിതസ്ഥിതി. ഈ പരിതസ്ഥിതി എന്ന് പറയുമ്പോൾ അതിൽ കുടുംബം വരും, പഠിക്കുന്ന വിദ്യാലയം വരും, ജോലി സ്ഥലങ്ങൾ വരും, നമ്മുടെ രാഷ്ട്രീയ പരിതസ്ഥിതി, ആചാരങ്ങൾ, സാമൂഹ്യമായ എല്ലാ കാര്യങ്ങളും ഇതിൽ വരും. നമ്മൾ ചില കടയിലൊക്കെ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, ചില ആളുകൾ സെയിൽസ്മാൻ മുതൽ സൂപ്പർവൈസർ വരെ വളരെ സന്തോഷത്തോടെ വന്ന് നമ്മളെ സേവന തൽപരരായി നമുക്ക് വേണ്ട കാര്യങ്ങൾ എടുത്തു തരാൻ നല്ല താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട്. അതേസമയം ചില കടയിൽ പോയാൽ അവർക്കൊന്നും നമ്മളെ
കാണിക്കാൻ പോലും മെനക്കെടാറില്ല. അങ്ങനെയുള്ള കടയിൽ പിന്നെ നമ്മൾ ഒരിക്കലും പോകാറ് കൂടിയില്ല അല്ലേ. അപ്പൊ ഇത് ആ മനോഭാവമാണ് കാണിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ ചില കുടുംബങ്ങളിലുണ്ട് അച്ഛനമ്മമാരും കുട്ടികളും ഒരേപോലെ വളരെ മര്യാദയോടും സ്നേഹത്തോടും കൂടി നമ്മളോട് പെരുമാറുന്നത് കാണാൻ സാധിക്കും. ഇതെല്ലാം ഗുണകരമായ മനോഭാവത്തെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഇതാണ് പരിതസ്ഥിതി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ അനുഭവം. നമുക്ക് എങ്ങനെയുള്ള ഗുണകരമായ അനുഭവങ്ങൾ വരുമ്പോൾ തീർച്ചയായും നമ്മളുടെ മനോഭാവം പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ അനുഭവവും ഈ മനോഭാവത്തെ നിയന്ത്രിക്കുന്ന ഒരു വലിയ ഘടകമാണ്. മൂന്നാമതായി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസം. നമുക്കിപ്പോൾ ധാരാളം അറിവുണ്ട്, പക്ഷെ ശരിയായ ജ്ഞാനം എന്നാൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ ഈ അറിവ് എന്നുള്ളത് വിവേകപൂർവം പ്രയോഗിക്കുമ്പോഴാണ് നമുക്ക് നമ്മളുടെ മനോഭാവം നല്ലതാക്കി കൊണ്ടുവരാനും ഗുണകരമായി മറ്റുള്ളവർക്ക് അത് കൊടുക്കാനും സാധിക്കുക. ഇനി ജോൺ സി മാക്സ്വെല്ലിന്റെ ഒരു കോട്ടാണ്, യുവർ ആറ്റിറ്റ്യൂഡ് ഡിറ്റർമിൻസ് യുവർ ആക്ഷൻസ് ആൻഡ് യുവർ ആക്ഷൻസ് ഡിറ്റർമിൻസ് യുവർ അക്കംപ്ലിഷ്മെന്റ്. നിങ്ങളുടെ മനോഭാവം ആണ് നിങ്ങളുടെ പ്രവൃത്തി നിശ്ചയിക്കുന്നത്. നിങ്ങളുടെ പ്രവൃത്തിയാണ് നിങ്ങൾ ആരായിത്തീരണം അല്ലെങ്കിൽ എന്താകുന്നു എന്ന് നിശ്ചയിക്കുന്നത്. ജോൺ സി മാക്സ്വെൽ യുഎസിലെ വലിയൊരു റൈറ്ററും ഒറേറ്ററും ഒക്കെയാണ്. അദ്ദേഹത്തിന്റെ മനോഹരമായ കോട്ടാണ് ആറ്റിറ്റ്യൂഡിനെ കുറിച്ച്. ഇനി നമുക്ക് ഒരു ഏറ്റവും സവിശേഷമായ, അതായത് ഈ മനോഭാവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ, ഈ മനോഭാവം ഒരു സ്പെക്ട്രത്തിലാണ്. അതായത് ഒരറ്റത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങേയറ്റം പോസിറ്റീവ് ആണെങ്കിൽ മറ്റേ അറ്റത്ത് അങ്ങേയറ്റം നെഗറ്റീവായി ഈ മനോഭാവം കാണുന്നു. ഇതിന്റെ ഇടയിലും ഉള്ള മിക്സഡ് ആയിട്ടുള്ള മനോഭാവങ്ങളും കാണും. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കേണ്ടത്, നമ്മൾ ഇത് എവിടെ നിൽക്കുന്നു, ഈ മനോഭാവത്തിന്റെ കാര്യത്തിൽ നമ്മൾ എവിടെയാണ്? പോസിറ്റീവ് ആണോ, ഹൈലി പോസിറ്റീവ് ആണോ, അതോ ഹൈലി നെഗറ്റീവ് ആണോ, മിഡിലിലാണോ നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കുന്നത് നന്നായിരിക്കും. ഇനി ഈ പോസിറ്റീവ് ആണ് നമ്മുടെ മനോഭാവമെങ്കിൽ അതുകൊണ്ടുള്ള ഗുണഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബെനിഫിറ്റ്സ് ഓഫ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഒന്ന്, അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി. ഈ നല്ല മനോഭാവമുള്ളവർക്ക് എപ്പോഴും ആകർഷണീയമായ വ്യക്തിത്വം ഉണ്ടാകും. എല്ലാവർക്കും അവരെ ഇഷ്ടമായിരിക്കും. അവരോടുള്ള സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാനൊക്കെ വളരെ താല്പര്യപ്പെടും. അങ്ങനെ വ്യക്തിത്വം വളരെ നന്നായിരിക്കും അങ്ങനെയുള്ള. അതുപോലെ തന്നെ മറ്റുള്ളവരെ മോട്ടിവേറ്റ് അതേഴ്സ്. അവർക്ക് മറ്റുള്ളവരെ പ്രചോദനം നൽകാൻ സാധിക്കുന്നുണ്ട്. എപ്പോഴും അവരുടെ ആറ്റിറ്റ്യൂഡ് ഗുണകരമാണ്. ഏതിലും നന്മ കാണാനുള്ള ഒരു പ്രവണതയാണല്ലോ അങ്ങനെയുള്ളവർ. അതുപോലെ തന്നെ ഈ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നിരിക്കുന്ന, അല്ലെങ്കിൽ പോസിറ്റീവായ മനോഭാവമുള്ളവർ ചെയ്യുന്ന സ്ഥാപനത്തിലെ പ്രൊഡക്ടിവിറ്റി എപ്പോഴും വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് ഈ മെന്റൽ സ്ട്രെസ് അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രശ്ന പരിഹാരത്തിന് ഒരു പ്രത്യേക സ്കില്ലുണ്ടാകും. പ്രോബ്ലം സോൾവിങ് സ്കില്ല് നല്ലതായിട്ട് കാണും. ഇതെല്ലാമാണ് നമുക്ക് ഒരു ഗുണകരമായ അല്ലെങ്കിൽ പോസിറ്റീവ് മനോഭാവം ഉള്ളതെങ്കിൽ ബെനിഫിറ്റ്സ്. ഇനി ഇതുപോലെ തന്നെ നെഗറ്റീവ് ആണ് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് എങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ ഫലം, തിക്തഫലം എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായി അത് ഒരു ഇമോഷണൽ പെയിൻ ആണ് ഉണ്ടാക്കുന്നത്. എപ്പോഴും നെഗറ്റീവ് ആണല്ലോ നമുക്കുണ്ടാകുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിന് ഒരു പർപ്പസ് ഇല്ല എന്ന് നമുക്ക് തോന്നും. ലക്ഷ്യമില്ലാത്ത ഒരു ജീവിതമായിരിക്കും ഈ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളവർ. അവരുടെ സ്റ്റേറ്റ് ഒരു അനാരോഗ്യകരമായ അവസ്ഥയിലായിരിക്കും, ഒരു അൺഹെൽത്തി ആയിരിക്കും അവര്. അതുപോലെ തന്നെ അവർക്ക് സ്ട്രെസ് ലെവല് വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ മനോഭാവം നിഷേധാത്മകമോ നെഗറ്റീവോ ആണെങ്കിൽ ഉണ്ടാവുന്ന ഫലങ്ങൾ. ഇനി ഒരു വലിയ ചോദ്യം, ക്യാൻ വി ചേഞ്ച് അവർ ആറ്റിറ്റ്യൂഡ്? നമുക്ക് നമ്മുടെ മനോഭാവം മാറ്റാൻ കഴിയുമോ? ഇപ്പോൾ എനിക്ക് അത്ര ഗുണകരമായ മനോഭാവമല്ല, എനിക്കിത് മാറ്റാൻ കഴിയുമോ? ഇതാണല്ലോ ഏറ്റവും വലിയ ചോദ്യം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഈ മനോഭാവം എന്നത് നമ്മൾ അക്വയർഡ് ആണ്, ആർജിച്ചെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മനോഭാവം മാറ്റാൻ കഴിയും.
അപ്പോൾ വില്യം ജെയിംസ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി പ്രൊഫസറും ഫിലോസഫറും ഒക്കെ ആയിരുന്ന അദ്ദേഹം പറയുന്നത്, ഗ്രേറ്റസ്റ്റ് ഡിസ്കവറി ഓഫ് മൈ ജനറേഷൻ ഇസ് ദാറ്റ് ഹ്യൂമൻ ബീങ്സ് ക്യാൻ ഓൾട്ടർ ദിയർ ലൈഫ് ബൈ ഓൾട്ടറിങ് ദിയർ ആറ്റിറ്റ്യൂഡ്സ് ഓഫ് മൈൻഡ് എന്നാണ്. അപ്പൊ നമുക്ക് നമ്മുടെ മനോഭാവം മാറ്റാമെന്ന ഒരു വളരെ ശുഭമായിട്ടുള്ള ഒരു പ്രതീക്ഷ. ഇനി നമ്മുടെ ഇങ്ങനെയുള്ള നല്ല ഒരു പോസിറ്റീവ് മനോഭാവം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ആക്ഷൻ സ്റ്റെപ്പുകൾ എടുക്കേണ്ടത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതാണ് നമുക്ക് ഏറ്റവും പ്രാധാന്യം. ആദ്യമായി, സെർച്ച് ഫോർ ഗുഡ് തിങ്സ്. എപ്പോഴും ഒരു വസ്തു ആവട്ടെ, വ്യക്തി ആവട്ടെ, അതിലുള്ള നന്മ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുക. ആൻഡ്രൂ കാർണഗിയെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും. വലിയ ഒരു ഉരുക്ക് വ്യവസായ ശൃംഖലയുടെ തലവനായിരുന്നു അദ്ദേഹം. വളരെ ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടത അനുഭവിച്ച് സ്കോട്ട്ലൻഡിൽ നിന്ന് US-ലേക്ക് കുടിയേറി പാർത്ത കാർണഗി വളരെയധികം അദ്ദേഹത്തിന്റെ നല്ല ഒരു മനോഭാവം കൊണ്ടാണ് ഇത്ര ഉയരത്തിലെത്തി വലിയ ഒരു സ്ഥാപനത്തിന്റെ തലവനായത്. അദ്ദേഹത്തിന്റെ കീഴിൽ ധാരാളം വലിയ മനുഷ്യർ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഒരിക്കൽ ഒരാൾ ഇന്റർവ്യൂവിന് കാർണഗിയോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് മനുഷ്യരോട് ഇടപഴകുന്നത് എന്ന് ചോദിച്ചതിന് കാർണഗി പറഞ്ഞ മറുപടി ഇതായിരുന്നു. അതായത്, മനുഷ്യരോട് ഇടപഴകുന്നത് സ്വർണം ഖനനം ചെയ്യുന്നത് പോലെയാണ്. അതായത്, 1 ഔൺസ് സ്വർണം ഖനനം ചെയ്യണമെങ്കിൽ ടൺകണക്കിന് മണ്ണും പൊടിയും നീക്കം ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് നമുക്ക് സ്വർണം കിട്ടുക. ഇതുപോലെയാണ് അന്തർലീനമായി കിടക്കുന്ന നന്മയെ നമ്മൾ കണ്ട് പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ മനുഷ്യരിലുള്ള ഓരോ മനുഷ്യർക്കും നന്മയുണ്ട്. ആ നന്മ കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നമുക്ക് പോസിറ്റീവ് മനോഭാവമുണ്ട്. രണ്ടാമത്തേതാണെങ്കിൽ പോസിറ്റീവ് സെൽഫ് ടോക്ക്. നമുക്കറിയാം, സെൽഫ് ടോക്ക് നമ്മൾ നമ്മോട് തന്നെ പറയുന്ന സംഭാഷണങ്ങളാണ് സെൽഫ് ടോക്ക്. എപ്പോഴും നമ്മൾ ഉള്ളിൽ നമ്മളോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്നെ കൊള്ളില്ല, എന്നെ കൊണ്ട് ഇതിന് കഴിയില്ല, ഞാൻ ചെയ്താൽ ശരിയാവില്ല, ഇങ്ങനെയുള്ള പല നെഗറ്റീവായിട്ടുള്ള സെൽഫ് ടോക്കാണ് നമ്മൾ എപ്പോഴും അതാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യപ്പെട്ട് വന്നത്. ഇപ്പോൾ മൈൻഡ്ലെസ്സിലെ പലരും നമ്മുടെ സെൽഫ് ടോക്ക് എല്ലാം വളരെ പോസിറ്റീവ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി അഥവാ ആരെങ്കിലും അങ്ങനെ പോസിറ്റീവ് ആക്കിയിട്ടില്ല എങ്കിൽ ഇന്ന് നമുക്കത് ഒരു പോസിറ്റീവായ സെൽഫ് ടോക്കിലേക്ക് നമുക്ക് മാറാൻ ശ്രമിക്കാം. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ്, ബി വിത്ത് പോസിറ്റീവ് പീപ്പിൾ. നമ്മൾ എപ്പോഴും പോസിറ്റീവായുള്ള സുഹൃത്ത് വലയം, അതായത് ഈ പോസിറ്റീവ് മനോഭാവമുള്ള ആളുകളുടെ കൂടെ കൂട്ടുകൂടുമ്പോൾ അത് നമുക്കും അതേ അവർ നമ്മളെ വളരെയധികം പ്രചോദിപ്പിക്കുന്നു. നമ്മളുടെയും പതുക്കെ പതുക്കെ മനോഭാവം പോസിറ്റീവായി മാറുന്നു. അപ്പോൾ എപ്പോഴും നമ്മുടെ സുഹൃത്ത് വലയം ഈ പോസിറ്റീവ് മനോഭാവമുള്ളവരുമായി ആകുവാൻ വളരെയധികം ശ്രമിക്കുക. ഈ മൈൻഡ്ലെസ്സിൽ തന്നെ ഒരുപാട് പേര് ഇങ്ങനെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവരോടുമായി സൗഹൃദം പുലർത്താൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇതാണ് മൂന്നാമത്തെ ആക്ഷൻ. നാലാമത്തേത്, റീഡ് പോസിറ്റീവ് ബുക്സ്. നമ്മൾ ധാരാളം പോസിറ്റീവ് ബുക്കുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇത് നമ്മുടെ ഒരു ഹാബിറ്റ് ആക്കുക. പോസിറ്റീവ് ബുക്കുകളൊക്കെ വാങ്ങിച്ച് അലമാരയിൽ നിറച്ചു വെച്ചിട്ടുണ്ടാവും, പക്ഷെ വായിക്കുമോ? ഇതാണ് ഒരു വലിയ ചോദ്യം. അപ്പോൾ ദിവസവും ജോർജ് സാറ് പറയുന്ന പോലെ 2 പേജ് കുറച്ചെങ്കിലും നമ്മൾ വായിക്കുമ്പോൾ അത് ഒരു ഹാബിറ്റായി മാറുന്നു. അങ്ങനെ അത് നമ്മുടെ പതുക്കെ പതുക്കെ നമ്മുടെ മനോഭാവത്തെ മാറ്റുന്നു. അത് ഒരു മനോഭാവത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ഈ പോസിറ്റീവ് ബുക്സ് വായിക്കുന്നത് മൂലം നമുക്ക് ലഭിക്കുന്നു. അഞ്ചാമതായി, പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇത് മൈൻഡ്ലെസ്സിലെ മെമ്പേഴ്സിനോട് പറയേണ്ട ആവശ്യം തന്നെയില്ല. എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നവര്. അതിന് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഉണ്ട്. ഈ ജേർണലിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞത് ഒരു 3 കാര്യങ്ങളെങ്കിലും ദിവസവും എഴുതി വയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. അപ്പോൾ എന്താണ് ആ സംഭവം? ആർക്കാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്നത്? അതുമൂലം നമുക്കുണ്ടായ ഫീലിംഗ് എന്താണ്? ഇതെല്ലാം എഴുതി വെക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. ചിലര് പറയും, ഓ നന്ദി ഞാൻ മനസ്സിൽ പറഞ്ഞാൽ പോരെ എന്ന്. പക്ഷേ
പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് അത് എഴുതുമ്പോഴാണ് ശരിക്കും നമുക്ക് അതിന്റെ ഗുണം ലഭിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജാറും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ജാറിൽ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള സംഭവങ്ങൾ എഴുതിയിടാവുന്നതാണ്. പിന്നീട് നമുക്കത് എടുത്തു നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനോഭാവവും നമ്മുടെ ഉള്ളിൽ പോസിറ്റിവിറ്റി നിറയുന്നതും. അവസാനമായി ചൂസ് പോസിറ്റീവ് മീഡിയ. നമ്മുടെ ചുറ്റും ഇപ്പോൾ ധാരാളം ന്യൂസുകൾ അല്ലെങ്കിൽ വിവരങ്ങളുടെ ഒരു പ്രളയമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഒരു ക്ലിക്കിൽ തുറന്നാൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ വളരെ വയലന്റ് ആയിട്ടുള്ളതും അഗ്രഷൻ ഉള്ളതും ഒക്കെ ആണ് നമ്മൾ കാണുന്നതെങ്കിൽ തീർച്ചയായും അത് നമ്മുടെ മനോഭാവത്തെ ബാധിക്കും. എന്താണോ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത് അത് തന്നെയാണ് പുറത്തേക്ക് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ വളരെ സിലക്റ്റീവായിട്ട് നല്ല മീഡിയ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇതാണ് ഈ 6 കാര്യങ്ങളാണ് നമ്മളുടെ മനോഭാവം നന്നാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഗുണകരമാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. ആദ്യമായി നമ്മൾ ഏതിലും ഒരു നന്മ കണ്ടെത്താൻ ശ്രമിക്കുക. പോസിറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക് നടത്തുക. പോസിറ്റീവായ ആളുകളുമായി സമ്പർക്കം പുലർത്തുക. പോസിറ്റീവ് പുസ്തകങ്ങൾ വായിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. അവസാനമായി ചൂസ് പോസിറ്റീവ് മീഡിയ. ഇനി നമുക്ക് മെഡിറ്റേഷനിലേക്ക് കടക്കാം.